ഹലോ ലോയ്റ്റ് വിഗേറ്റ്സ്. സംഗതി ഞങ്ങൾ വ്ളോഗ് എടുത്തു തുടങ്ങിയെന്ന് മമ്മിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. രാവിലെ തന്നെ നല്ല വെൽ ഡെക്കറേറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ്. ന്യൂഡിൽസ് ഉണ്ടായിരുന്നു, കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, സോസേജസ് ഉണ്ടായിരുന്നു, എല്ലാം കൂടെ ചേർത്തൊരു കിഡിലം ബ്രേക്ക്ഫാസ്റ്റ്. അയ്യോ, ഇത്രയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ജിമ്മിൽ പോകാൻ നല്ല മടിയായിരുന്നു. പക്ഷെ ബിബിൻ കുത്തിപ്പൊക്കി ഞങ്ങൾ ജിമ്മിൽ കൊണ്ടുപോയി. ശേഷം ആലപ്പുഴക്കാരുടെ സ്വന്തം അർണോൾഡിന്റെ അഭ്യാസങ്ങളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ജിമ്മിൽ സ്പെൻഡ് ചെയ്ത് എന്നിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് മുട്ടയൊക്കെ പുഴുങ്ങി അതിന്റെ പുറത്ത് എന്തൊക്കെയോ സവോളയും പച്ചമുളകും എന്തൊക്കെയോ അരിഞ്ഞിട്ട് അത് കഴിക്കുന്നത് കണ്ടു. ഞാൻ കഴിച്ചില്ല, എനിക്ക് വലിയ ലൈക്കില്ല ഈ സാധനം. അടുത്തതായി നിങ്ങൾ ബിബിൻ തിന്നുന്ന ഷോട്ടാണ് കാണാൻ പോകുന്നത്. ബിബിൻ ഒരു ക്യാമറയൊക്കെ എടുത്ത് വെച്ച് ചുമ്മാ പ്രഹസിച്ച് തിന്നുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ടിവിയിലേക്കൊക്കെ നോക്കുന്ന പോലെ അഭിനയിക്കുന്നുണ്ട്. എന്തൊക്കെയാണോ ഉച്ചക്കത്തെ ലഞ്ചിന് ചോറിന്റെ കൂടെ തന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ഉപ്പിലിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം റാഡിഷ്, ക്യാരറ്റ്, പിന്നെ കുക്കുംബർ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അത് കൂട്ടി ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും കറങ്ങാനായ അളിയനും ചേച്ചി എത്തിയിട്ടുണ്ട്. ഒരു ഷോട്ട് എടുക്കാന്ന് വിചാരിച്ചപ്പോൾ എക്സ്ട്രോവേർട്ടായ എന്റെ അളിയൻ ഇൻവെർട്ടർ ആയി പോയി. പാവം അല്ലേ. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ വണ്ടി കയറി ഞങ്ങൾ ആദ്യം മമ്മീനെ പിക്ക് ചെയ്യാൻ പോവാണ്. മമ്മി ഡ്യൂട്ടിക്ക് പോയേക്കാണ്. അപ്പൊ അവിടെ നിന്ന് മമ്മീനെ പിക്ക് ചെയ്ത് ഫുഡ് കഴിക്കാനാണ് ഇന്നത്തെ പ്ലാൻ. ഒരു ഇറാനിയൻ റെസ്റ്റോറന്റിൽ പോയി കഴിക്കാനാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തത്. ലംസാനി എന്ന് പറയുന്ന ഇറാനിയൻ റെസ്റ്റോറന്റിലാട്ടോ നമ്മൾ ഇന്ന് പോയേക്കുന്നത്. കൂടുതലായിട്ട് കബാബ് പോലുള്ള ഐറ്റംസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഷവർമ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇവിടെ കിട്ടാനില്ല. ഖത്തറിൽ ഒന്നിൽ കൂടുതൽ ഔട്ട്ലെറ്റ് ഇവർക്കുണ്ട്. അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അകത്തൊക്കെ നൈസ് ആയിരുന്നു. ഞങ്ങൾ ചെന്നത് വലിയ തിരക്കൊന്നും ഇല്ലാത്ത സമയത്താണ്. സാധാരണ അല്ലെങ്കിൽ വെയിറ്റിംഗ് ടൈം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് അധികം തിരക്കൊന്നും ഇല്ലാത്ത സമയം ആയതുകൊണ്ട് തന്നെ ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി. പിന്നെ അകത്ത് കിച്ചണിലോട്ട് നമുക്ക് ആക്സസ് കിട്ടി. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് എടുത്തു. ഈ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്നത് സെമി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു മെഷീനിൽ വെച്ചിട്ടാണ്. ഇവർ കബാബ്സിൻ്റെ കൂടെ ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ബ്രെഡ് തന്നുകൊണ്ടിരിക്കും. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതൊക്കെ കുറച്ച് നേരം എടുത്ത് നമ്മൾ നേരെ ടേബിളിലൊക്കെ പോയിരുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. മെനു കാർഡ് കണ്ടപ്പോൾ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അളീനും ചേച്ചി നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നേരത്തെ നല്ല കഴിച്ച സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റ് പറഞ്ഞു. അങ്ങനെ ആ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തത്. ഒട്ടുമിക്ക എല്ലാ മലയാളി അപ്പന്മാരെയും പോലെ തന്നെയാണ് എൻ്റെ ഡാഡി. ആ മെനു കാർഡ് മുഴുവൻ ഇരുന്ന് പഠിച്ചു. 10ാം ക്ലാസ്സിൽ പോലും പുള്ളി ഇത്ര പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാം കഴിഞ്ഞിട്ട് സ്ഥിരം ഓർഡർ ചെയ്യുന്ന അതേ സാധനം തന്നെ ഓർഡർ ചെയ്യും. എന്തിനാണോ ഇത്രയിരുന്ന് വായിക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ഇലയും പിന്നെ ഒരു ലെമണാണ് കൊണ്ടുവന്നത്. ഈ ഇലയ്ക്ക് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റ് ആയിരുന്നു. എന്തൊക്കെയോ ഒരു ചവർപ്പോ എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു. ബിബിന് ഇത് ഇഷ്ടമായി. പിന്നെ ഇപ്പുറത്തേക്ക് ടേബിളിൽ ഇരിക്കുന്നവർ ഈ പശു ചവയ്ക്കുന്ന പോലെ നല്ലപോലെ ചവച്ചിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഒരു 5-6 വെറൈറ്റി ഓഫ് കബാബ്സ് ഈ കുബൂസിനടിയിലുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കൊഫ്ത, മട്ടൻ കബാബ്, സ്പൈസി ചിക്കൻ കബാബ്, യോഗട്ട് ചിക്കൻ, ഇതെല്ലാം ഉണ്ടായിരുന്നു. നല്ല ചൂടായതുകൊണ്ട് തന്നെ കുബൂസ് ഉപയോഗിച്ചാണ് ഞാനത് വലിച്ചിട്ടത്. ബിബിന്റെ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ സാധനം അടിപൊളിയാണെന്നുള്ളത്. അങ്ങനെ എല്ലാവരും ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് തുടങ്ങി. എല്ലാം കൊള്ളായിരുന്നു കേട്ടോ. അതിന് കൂടെ തന്നെ 2 ഡിപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഒരെണ്ണം മുത്താബൽ എന്ന് പറഞ്ഞൊരു ഡിപ്പായിരുന്നു, അത് അടിപൊളിയായിരുന്നു. പിന്നെ യോഗട്ട് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഡിപ്പും കൂടെ ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ലായിരുന്നു, മോശമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പുറത്തൊക്കെ നോക്കിയപ്പോൾ എല്ലാവരും ഇലയെ ചുരുട്ടി പിടിച്ചാണ് ചിക്കൻ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. സംഭവം നല്ലായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കഴിച്ചപ്പോൾ. എല്ലാവരും സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിച്ചപ്പോൾ ഞാൻ ഹെൽത്തി ആയിട്ട് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ഇറാനിയൻ ടീ ഓർഡർ ചെയ്ത ബിബിൻ. അതൊരു ഒരു സിനമൺ ടീയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഇനി അങ്ങ് വീട്ടിൽ പോയി വിശ്രമിക്കാന്ന് ഓർത്തപ്പോൾ ചില്ലുകൂടിനകത്തുനിന്ന് ക്രെം ബ്രൂലെ ഞങ്ങളെ നോക്കി ചിരിക്കുന്നു. പിന്നെ എന്തേലും ആയിട്ട് അതുകൂടെ കഴിക്കാമെന്ന് ഓർത്തു. ആ ചേട്ടൻ ലൈവായിട്ട് ബ്രൗൺ ഷുഗർ അതിൻ്റെ മേലെയിട്ട് ബേൺ ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ക്രെം ബ്രൂലെ. സംഭവം അങ്ങനെ കാരമലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഹാർഡാവും. പിന്നെ നമ്മളത് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ തല്ലിപ്പൊട്ടിക്കണം. ആ തല്ലിപ്പൊട്ടിക്കൽ അത്ര അങ്ങ് ശരിയായില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ആ സ്പൂൺ വെച്ചിട്ട് അത് തന്നെ മാക്സിമം ആയിരുന്നു. തല്ലിപ്പൊട്ടിച്ച് മിനിറ്റുകൾക്കകം സാധനം തീർന്നു കേട്ടോ. എന്തായാലും കൊള്ളായിരുന്നു. ഒരു പുഡിങ്ങിന്റെ ഒക്കെ ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു നൈറ്റ് ഡ്രൈവിന് അങ്ങ് പോകാന്ന് ഓർത്തു. ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്ത് മീനാ പോർട്ടിലോട്ട് പോയി. പഴയ ദോഹ പോർട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഇച്ചിരി എസ്തെറ്റിക് ഒക്കെ ആക്കി ബിൽഡ് ചെയ്തെടുത്ത ഏരിയയാണ് മീനാ പോർട്ട്. വീക്കെൻഡ് ആയിരുന്നുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. കാർ പാർക്കിംഗ് കണ്ടുപിടിക്കാൻ കുറേ കഷ്ടപ്പെട്ടു. ഈ ഒരു സമയത്തും കുറേ ഫാമിലീസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫാമിലി ഗെറ്റ് ടുഗെദറും പരിപാടികളൊക്കെ ആയിട്ട് നല്ല വൈബായിരുന്നു ആ സ്ഥലം. കുറേ പേര് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പോർട്ടിന്റെ ഒരു സൈഡിൽ നമുക്ക് നടക്കാനുള്ളതും പിന്നെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കടലിന്റെ സൈഡിലായിട്ട് നല്ലൊരു എസ്തെറ്റിക് ഏരിയ ആണത്. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ദോഹ ഡൗൺ ടൗൺ കാണാൻ പറ്റും. അപ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചിരുന്ന് രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം അത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.